ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനിൽ എ പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് ഓർ എബവ് മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സീരീസ് ആണ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ആ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഈ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 8 സീക്വൻസസ് ആൻഡ് സീരീസ്. ആദ്യ 7 ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും ആ 7 ചാപ്റ്ററും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്കാണ്. എസ് എ പാർട്ട് ക്വസ്റ്റ്യനിലാണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ആ ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ 1-2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ചാപ്റ്ററിൽ ഒരൊറ്റ ആശയം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ജോമെട്രിക് പ്രോഗ്രഷൻ. ഒപ്പം തുടക്കത്തിൽ എന്താണ് സീക്വൻസ്, എന്താണ് സീരീസ്, അതുമായി ബന്ധപ്പെട്ട ഒരു 1 വേർഡ് ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. സോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് സീക്വൻസസ് ആൻഡ് സീരീസ്. ഇതിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ തെറ്റുകൂടാതെ കൃത്യമായി എക്സാമിനേഷന് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും എസ് എ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് നിങ്ങൾക്കറിയാം. എന്താണ് ജോമെട്രി പ്രോഗ്രഷൻ? ഒരു ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീക്വൻസ്, ദാറ്റ് ഈസ് കോൾഡ് ജോമെട്രി പ്രോഗ്രഷൻ. ആ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന നമ്പർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ റേഷ്യോ, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ R. ആ കോമൺ റേഷ്യോ കാണുന്ന ഫോർമുല സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ആ ജി പിയുടെ ജോമെട്രി പ്രോഗ്രഷന്റെ എന്ത് ടേം? ഇപ്പൊ ഒരു ജി പിയുടെ ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം AR, തേർഡ് ടേം AR², R മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് ടേം AR³ AR⁵, ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ nth ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? A × R⁻n−1. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഓഫ് ദ GP. R ഈസ് ദ കോമൺ റേഷ്യോ. വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. nth ടേം ഓഫ് എ GP കാണുന്ന ഫോർമുല A × R⁻n−1. നെക്സ്റ്റ് വൺ, സം ടു n ടേംസ് ഓഫ് എ GP. ഒരു GPയുടെ n ടേംസിന്റെ സം കാണുന്ന ഫോർമുല A × 1 - R⁻n by 1 - R. ഇഫ് R ലെസ് ദാൻ 1, കോമൺ റേഷ്യോ 1-നേക്കാളും ചെറുതാണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക. കോമൺ റേഷ്യോ 1-നേക്കാളും വലുതാണെങ്കിൽ നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. A × R⁻n−1 by R−1. ഏതെങ്കിലും ഒരു ഫോർമുല ഓർത്തിരുന്നാൽ മതി. Next one, if A, B, C are in GP, then B² equal to A × C. Middle term in the square. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? Product of first and last. Next one, geometric mean of A and B. രണ്ട് നമ്പറിന്റെ geometric mean കാണുന്ന ഫോർമുല √AB. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കീ പോയിന്റ്സ്. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇത്തരത്തിൽ ചോദിക്കാം. സിമ്പിൾ 1, ഫൈൻഡ് ദ 12th ടേം ഓഫ് ദ സീക്വൻസ് ഹൂസ് nth ടേം ഈസ് 2n−3/6. ഇത് nth ടേം ആണ്. ഇതിന്റെ 12th ടേം കണ്ടെത്തണം. സോ nth ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത് Tn = 2n−3/6. വി ഹാവ് ടു ഫൈൻഡ് 12th ടേം T12. ഇതിൽ n ന് എന്ത് കൊടുത്താൽ മതി? 12. 2 × 12, 24 - 3/6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 21/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 7/2 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് ദ 10th ടേം ഓഫ് എ GP ഹൂസ് തേർഡ് ടേം ഈസ് 24 ആൻഡ് 6th ടേം ഈസ് 192. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു GPയുടെ തേർഡ് ടേം 24, വിച്ച് ഇംപ്ലൈസ് തേർഡ് ടേം കാണുന്ന ഫോർമുല, എന്ത് ടേം കാണുന്ന ഫോർമുല? A × R⁻n−1. അപ്പൊ തേർഡ് ടേം എന്തായിരിക്കും? A × R⁻2 = 24. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. 6th ടേം = 192 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വിച്ച് ഇംപ്ലൈസ് A × 6th ടേം കാണുന്ന ഫോർമുല R⁵5 = 192. ഇക്വേഷൻ നമ്പർ 2-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 / 1. 2-ന്റെ ലെഫ്റ്റ് സൈഡ് A × R⁻5 ബൈ ഫസ്റ്റ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് AR² = 192/24. A ക്യാൻസൽ ചെയ്ത് പോയി R⁻5 by R² എന്ന് പറഞ്ഞാൽ R³ എന്ന് കിട്ടും.
that is equal to 192/24. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 8 എന്ന് കിട്ടും. r cube 8. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 cube. r cube equal to 2 cube ആണെങ്കിൽ r equal to എന്തെഴുതാം? 2 അല്ലേ? പവേഴ്സ് ഈക്വൽ ആണെങ്കിൽ ബേസ് ഇക്വേറ്റ് ചെയ്യാം. സോ r equal to 2. ഈ r ന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 implies a into r square 2 square 4 equal to 24. അപ്പോൾ a equal to എന്ത് കിട്ടും? 24/4 that is 6. നമുക്ക് കാണേണ്ടത് 10th term of the GP. 10th term കാണുന്ന ഫോർമുല a into r raised to 9 that is equal to a എന്താണ്? 6 into r എന്ന് പറയുന്നത് 2 raised to 9. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3072 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ വർഷം നമ്മൾ എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. The sum of first 3 terms of a GP is 39/10 and their product is 1. Find the terms. ഈ രീതിയിൽ ചോദിച്ചാൽ നമ്മൾ നമ്പേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യണം? ആ ടേംസ് a/r a/ar എന്ന് ചൂസ് ചെയ്യുക. സം ഓഫ് 3 നമ്പേഴ്സ് അല്ലെങ്കിൽ സം പ്രോഡക്റ്റ് ഓഫ് 3 ടേംസ് എന്ന കണ്ടീഷൻ തന്നാൽ നമ്മൾ ടേംസ് ചൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. Let the terms are a/r a/ar. ഇവയുടെ പ്രോഡക്റ്റ് 1 എന്ന് തന്നിട്ടുണ്ട്. സോ a/r into ar equal to 1. ആറും ക്യാൻസൽ ചെയ്താൽ a cube equal to 1. a cube 1 ആണെങ്കിൽ aയും 1. ഇനി ഈ ടേംസിന്റെ സം അതായത് a/r പ്ലസ് a പ്ലസ് ar equal to 39/10 എന്ന് തന്നിട്ടുണ്ട്. ഇനി എയുടെ വാല്യൂ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/r പ്ലസ് 1 പ്ലസ് r equal to 39/10 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേമിന്റെ പ്രോഡക്റ്റ് 10 into r കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 10r മൾട്ടിപ്ലൈ ചെയ്താൽ r ക്യാൻസൽ ചെയ്തു പോയി 10 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 10r. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 10r സ്ക്വയർ ഈക്വൽ ടു ഇവിടെ 10r മൾട്ടിപ്ലൈ ചെയ്താൽ 10ഉം 10ഉം ക്യാൻസൽ ചെയ്ത് 39r എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10r സ്ക്വയർ. ഇത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ 10r മൈനസ് 39r. That is minus 29r plus 10 equal to 0, which is a quadratic equation. R equal to minus b plus or minus root b square minus 4ac by 2a. ആ ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 10, b എന്ന് പറഞ്ഞാൽ minus 29, c എന്ന് പറഞ്ഞാൽ 10. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 29 plus or minus root b square ഇതിന്റെ സ്ക്വയർ 841 minus 4 into a into c divided by 2a 2 into 10 20. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50/20 or 8/20 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5/2 or 2/5. സോ ടേംസ് ആർ എങ്ങനെ ചൂസ് ചെയ്യും? നമുക്ക് a എന്ന് പറയുന്നത് നേരത്തെ കിട്ടിക്കഴിഞ്ഞു, 1 എന്ന് കിട്ടി. കോമൺ റേഷ്യോ 5/2. അപ്പോൾ നമ്മുടെ ടേംസ് എന്തായിരുന്നു? a/r. അപ്പോൾ ആദ്യം 1/5/2. 1/5/2 ആണ് 2/5. അടുത്ത് a എന്ന് പറഞ്ഞാൽ 1. r എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 5/2. അപ്പോൾ ഒരു രീതിയിൽ ചൂസ് ചെയ്താൽ ടേംസ് എങ്ങനെ കിട്ടും? 2/5 1 5/2. സെക്കൻഡ് രീതിയിൽ ചൂസ് ചെയ്യുമ്പോൾ അതായത് കോമൺ റേഷ്യോ 2/5 കൊടുത്താൽ നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. ഇത് നേരെ റിവേഴ്സ് ഓർഡറിൽ 5/2 1 2/5. ആദ്യം കിട്ടിയതിന്റെ റിവേഴ്സ് ഓർഡർ എഴുതുമ്പോൾ രണ്ടാമത്തെ ടേംസ് കിട്ടും. ഏതെങ്കിലും ഒന്ന് എഴുതിയാലും എക്സാമിനേഷന് മാർക്ക് കിട്ടും. ഈ പ്രോബ്ലവും നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ റിവിഷൻ ക്ലാസ് കാണുക. അത് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് ആണ്. കൃത്യമായി നിങ്ങൾക്ക് ആശയം മനസ്സിലാവും. മസ്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോവുക. Next question. Find the 20th term of the sequence 5/2, 5/4, 5/8, etc. ഇത് ഒരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്. 5/2ന്റെ കൂടെ ഒരു 1/2 മൾട്ടിപ്ലൈ ബൈ 5/4, വീണ്ടും ഒരു 1/2 മൾട്ടിപ്ലൈ ബൈ 5/8. അത് ക്ലിയർലി ഒരു GP ആണെന്ന് മനസ്സിലാക്കാം. ഈ GPയുടെ ഫസ്റ്റ് ടേം എന്താണ്? 5/2. കോമൺ റേഷ്യോ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് 1/2. അതുകൊണ്ട് കോമൺ റേഷ്യോ r എന്ന് പറയുന്നത് 1/2 എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ കോമൺ റേഷ്യോ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്തും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഫസ്റ്റ് ടേം 5/2, കോമൺ റേഷ്യോ 1/2. വി ഹാവ് ടു ഫൈൻഡ് 20th ടേം. 20th ടേം ഓഫ് ദ GP കാണുന്ന ഫോർമുല a into r raised to 19. സോ a എന്ന് പറഞ്ഞാൽ 5/2 into 1/2 raised to 19. ഈ 1/2 raised to 19ഉം ഈ 1/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് 1/2 raised to 20 into 5. ഇത്രയും എഴുതിയാൽ മതി. സിംപ്ലിഫൈ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. Next one, most important question in this chapter. Find the sum to n terms of the sequence 7 plus 77 plus 777 plus 7777 plus etc.
ഇതിന്റെ സം കാണാൻ നിങ്ങൾക്കറിയാം, മസ്റ്റായിട്ട് എഴുതി പഠിക്കുക. സം ടു n ടേംസ് SN ഈക്വൽ ടു അതെല്ലാം സം ചെയ്ത് എഴുതുക. ടു n ടേംസ് 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് എക്സെട്ര. എല്ലാത്തിൽ നിന്ന് 7 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. 7 ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ എന്താണ് 7 ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 1, ഇവിടെ 11, ഇവിടെ 111 പ്ലസ് എക്സെട്ര ടു n ടേംസ്. നെക്സ്റ്റ് ഒരു 9 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി 9 ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന 9 അതുപോലെ എഴുതി, ഇവിടെ മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന 9 അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര ടു n ടേംസ്. എന്താ ചെയ്ത്? ഒരു 9 മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് ഇവിടെ എഴുതി, മൾട്ടിപ്ലൈ ചെയ്ത് അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്തു. നെക്സ്റ്റ് 7/9 ഇൻറ്റു ഈ 9നെ 10 മൈനസ് 1 എന്ന് എഴുതാം, 99നെ 100 മൈനസ് 1 എന്ന് എഴുതാം, 999നെ 1000 മൈനസ് 1 എന്ന് എഴുതാം, പ്ലസ് എക്സെട്ര ടു n ടേംസ്. ഇതിൽ 10 പ്ലസ് 100നെ 10 സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് 1000നെ 10 ക്യൂബ് പ്ലസ് എക്സെട്ര ടു n ടേംസ്. ആ പോസിറ്റീവ് ടേംസ് ഒരുമിച്ച് എഴുതി. അടുത്ത ഈ -1 -1 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1 3 ടൈംസ് ആഡ് ചെയ്താൽ -3, 5 ടൈംസ് ആണെങ്കിൽ -5. ഇവിടെ -1 പ്ലസ് -1 പ്ലസ് -1 പ്ലസ് എക്സെട്ര n ടേംസ് ഉണ്ട്. അപ്പൊ -1 n ടൈംസ് ആഡ് ചെയ്താൽ -n എന്ന് കിട്ടും. സോ ഈ -1കളെല്ലാം ആഡ് ചെയ്താണ് -n എന്ന് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് 7/9 ഇൻറ്റു ഈ ടേംസ് എന്താണ്? 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10 ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതൊരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്, അതിന്റെ സം ആണ് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് ടേം a എന്ന് പറഞ്ഞാൽ 10, മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതും 10 ആണ് അല്ലെ? ഇതൊരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്, അതിന്റെ സം കാണണം. ഫോർമുല അറിയാലോ, a ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 10 ഇൻറ്റു r റൈസ് ടു n, കോമൺ റേഷ്യോ റൈസ് ടു n. കോമൺ റേഷ്യോ 10 ആണ്, 10 ആണല്ലോ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. സോ 10 റൈസ് ടു n -1 ബൈ r -1. r എന്ന് പറഞ്ഞാൽ എന്താണ്? 10. സോ 10 മൈനസ് 1 ദാറ്റ് ഈസ് 9 മൈനസ് ഈ n അതുപോലെ എഴുതുക. സോ വിച്ച് ഈസ് ദ റിക്വയർഡ് ആൻസർ? നമുക്കിവിടെ 7 പ്ലസ് എന്ന് ചോദിച്ചുകൊണ്ട് ആൻസർ 7/9 എന്ന് വന്നു. 8 പ്ലസ് 88 പ്ലസ് എക്സെട്ര എന്ന് ചോദിച്ചാൽ 8/9 ഇൻറ്റു ഇതിന് മാറ്റമില്ല. ഇനി 6 പ്ലസ് എന്നാണ് ചോദിച്ചാൽ 6/9 ഇൻറ്റു ഈ ആൻസർ തന്നെ വരും. സോ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കും. മസ്റ്റായിട്ട് പഠിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് 2, 2√2, 4 എക്സെട്ര ഈസ് 128? ഈ സീക്വൻസിന്റെ എത്രാമത്തെ ടേം ആണ് 128? നിങ്ങൾക്കറിയാം, ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 2, അതിന്റെ കോമൺ റേഷ്യോ √2, ശരിയല്ലേ? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം 2√2/2, 2 ക്യാൻസൽ ചെയ്താൽ കോമൺ റേഷ്യോ √2 എന്ന് കിട്ടും. സോ ഫസ്റ്റ് ടേം a ഈക്വൽ ടു 2, കോമൺ റേഷ്യോ 2. നമുക്ക് nth ടേം കാണുന്ന ഫോർമുല a ഇൻറ്റു r റൈസ് ടു n -1. സോ a ഇൻറ്റു r റൈസ് ടു n -1 nth ടേം എന്ന് പറയുന്നത് 128 എന്ന് നൽകിയിട്ടുണ്ട്. a എന്ന് പറഞ്ഞാൽ 2 ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ r റൈസ് ടു n -1 ഈക്വൽ ടു 64. r റൈസ് ടു n -1 ഈക്വൽ ടു 64നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 റൈസ് ടു 6 എന്ന് എഴുതാം. ഒരു 2 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം √2 മൾട്ടിപ്ലൈ കിട്ടും. അപ്പൊ 2 6 ടൈംസ് എന്ന് പറഞ്ഞാൽ √2 എത്ര പ്രാവശ്യം കാണും? 12 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? r റൈസ് ടു n -1 ഈക്വൽ ടു √2 റൈസ് ടു 12 എന്ന് എഴുതാം. സോ n -1 ഈക്വൽ ടു എന്ത് എഴുതാം? n -1 ഈക്വൽ ടു 12. സോ n ഈക്വൽ ടു എന്ത് കിട്ടി? 13. ഓക്കെ. Next question. Find geometric mean of 8 and 2. Geometric mean കാണുന്ന ഫോർമുല √AB. So √8 into 2 √16 that is equal to 4. Finally the last one. Find value of x if -2/7, x, -7/2 are in GP. 3 ടേം GP യിലാണെങ്കിൽ നിങ്ങൾക്കറിയാം b² ഈക്വൽ ടു AC, x² ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത്. സോ ആൻസർ എന്താണ്? x² ഈക്വൽ ടു -2/7 ഇൻറ്റു -7/2. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ x² ഈക്വൽ ടു 1, x ഈക്വൽ ടു എന്ത് കിട്ടും? +or-1. നെക്സ്റ്റ് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ കൂടെ പരിചയപ്പെടുത്തുന്നു. The sum of first 3 terms of a GP is 16 and the sum of next 3 terms is 128. Find the first term and common ratio of the GP. ഇതുവരെ എക്സാമിനേഷൻ ചോദിച്ചിട്ടില്ല, എന്നാൽ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ആദ്യം എന്താണ് നൽകിയിട്ടുള്ളത്?
സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജി പി ഈസ് 16. നമുക്ക് കാണേണ്ട ജി പിയുടെ ഫസ്റ്റ് ടേം സ്മോൾ ലെറ്റർ എ, കോമൺ റേഷ്യോ സ്മോൾ ലെറ്റർ ആർ എന്നെടുക്കാം. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 3 ടേം എന്ത് വരും? ഫസ്റ്റ് ടേം എ പ്ലസ് സെക്കൻഡ് ടേം എ ഇൻറ്റു ആർ, ആർ ഈസ് ദ കോമൺ റേഷ്യോ, പ്ലസ് തേർഡ് ടേം എന്താണ്? എ ഇൻറ്റു ആർ സ്ക്വയർ, ഒരു ആർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. അപ്പോൾ സം ഓഫ് ദീസ് 3 ടേം ഈസ് ഈക്വൽ ടു 16. ഇതിൽ നിന്ന് എ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് സം ഓഫ് 3 ടേംസ് ഈസ് 128. അതായത് 4th ടേം പ്ലസ് 5th ടേം പ്ലസ് 6th ടേം, ദാറ്റ് ഈസ് ഈക്വൽ ടു 128. 4th ടേം കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, ജി പിയുടെ എ ഇൻറ്റു ആർ ക്യൂബ് പ്ലസ് 5th ടേം എ ഇൻറ്റു ആർ റൈസ്ഡ് 4 പ്ലസ് 6th ടേം എ ഇൻറ്റു ആർ റൈസ്ഡ് 5 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 128 എന്ന് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. ഒരു എ ഇൻറ്റു ആർ ക്യൂബ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. എ ഇൻറ്റു ആർ ക്യൂബ് ഫസ്റ്റ് ടേമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 1 പ്ലസ് എ ആർ ക്യൂബ് പോയാൽ പിന്നെ ഒരു ആർ മാത്രം പ്ലസ് എ ആർ ക്യൂബ് പോയാൽ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 128. നൗ നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുക. ലെഫ്റ്റ് സൈഡ് 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ടേം ഡിവൈഡഡ് ബൈ ഈ ടേം. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്തു. 1 പ്ലസ് ആർ സ്ക്വയറും 1 പ്ലസ് ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തു പോയി. എ ആർ ക്യൂബ് ബൈ എയും ക്യാൻസൽ ചെയ്താൽ ആർ ക്യൂബ് ഈക്വൽ ടു 128 ബൈ 16 എന്ന് കിട്ടും. ആർ ക്യൂബ് ഈക്വൽ ടു കാൽക്കുലേറ്റർ കൊടുത്താൽ 8 എന്ന് കിട്ടും. ആർ ക്യൂബ് 8 ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് 2, അതായത് കോമൺ റേഷ്യോ 2 എന്ന് കിട്ടി. നൗ ഇക്വേഷൻ നമ്പർ 1ൽ കോമൺ റേഷ്യോ 2 കൊടുക്കുക. ഇവിടെ കൊടുക്കുമ്പോൾ എ ഇൻറ്റു 1 പ്ലസ് 2 സ്ക്വയർ, അതാണ് 4 ഈക്വൽ ടു 16. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു 16 ബൈ 7 എന്ന് കിട്ടും, വിച്ച് ഈസ് ദ ഫസ്റ്റ് ടേം. വൺ മോർ ക്വസ്റ്റ്യൻ. Find the 12th term of a GP whose 8th term is 198 and common ratio is 2. ഒരു ജിപിയുടെ 12th term നൽകിയിട്ടുണ്ട്. ഒരു ജിപിയുടെ 12th term കണ്ടെത്തണം. അതിനുവേണ്ടി 8th term തന്നിട്ടുണ്ട്, കോമൺ റേഷ്യോ നൽകിയിട്ടുണ്ട്. സോ 8th term ഈക്വൽ ടു 198. 8th term കാണുന്ന ഫോർമുല എ ഇൻറ്റു ആർ റൈസ്ഡ് 7 ഈക്വൽ ടു 192. കോമൺ റേഷ്യോ 2 ആണ്. സോ എ ഇൻറ്റു 2 റൈസ്ഡ് 7 ഈക്വൽ ടു 192. എ ഈക്വൽ ടു 192 ബൈ 2 റൈസ്ഡ് 7 128. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ കൊടുത്താൽ 1.5, ദാറ്റ് ഈസ് 3/2 എന്ന് കിട്ടും. വി ഹാവ് ടു ഫൈൻഡ് 12th term. 12th term കാണുന്ന ഫോർമുല എ ഇൻറ്റു ആർ റൈസ്ഡ് 11 ഈക്വൽ ടു എ 3/2 ഇൻറ്റു 2 റൈസ്ഡ് 11. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3072 എന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വൺ. ഹൗ മെനി ടേംസ് ഓഫ് ദ ജി പി ആർ നീഡഡ് ടു ഗീവ് ദ സം 120? ജി പി ഈസ് 3, 3 സ്ക്വയർ 3 ക്യൂബ് എക്സെട്ര. ഈ ജി പിയുടെ എത്ര ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് സം 120 കിട്ടുന്നത്? ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിനേഷനും ചോദിച്ചിരുന്നു. ഇവിടെ ഫസ്റ്റ് ടേം 3, കോമൺ റേഷ്യോയും 3 ആണ്. സോ സം ടു എൻ ടേംസ് കാണുന്ന ഫോർമുല എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1. സോ സം ടു എൻ ടേംസ് എന്താണ്? 120 ഈക്വൽ ടു എ 3 ഇൻറ്റു 3 റൈസ് ടു എൻ മൈനസ് 1 ബൈ 3 മൈനസ് 1 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 240. അടുത്ത് ഈ 3 നേരെ താഴെ വരും. 240 ബൈ 3 ഈക്വൽ ടു 3 റൈസ് ടു എൻ മൈനസ് 1. 240 ബൈ 3 80 ഈക്വൽ ടു 3 റൈസ് ടു എൻ മൈനസ് 1. ദാറ്റ് ഈസ് 3 റൈസ് ടു എൻ ഈക്വൽ ടു 81. 3 റൈസ് ടു എൻ ഈക്വൽ ടു 81നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 റൈസ് ടു 4 എന്ന് എഴുതാം. സോ എൻ ഈക്വൽ ടു 4. ദാറ്റ് മീൻസ് ആദ്യത്തെ 4 ടേംസിന്റെ സം ആണ് 120 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്തു. ലാസ്റ്റിൽ ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ വ്യത്യസ്തമായത് പരിചയപ്പെടുത്തി. ഈ വർഷം ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കൂടുതലാണ്. കഴിഞ്ഞ വർഷം വെറും 4 മാർക്കായിരുന്നു ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അതുകൊണ്ട് തന്നെ ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ എക്സ്ട്രാ ഈ ഷുവർ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തറവായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള 6 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.